പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് മാപ്പ് സംസ്ഥാന സർക്കാർ പുറത്തുവിടാത്തതിൽ പ്രതിഷേധവുമായി മലയോര കർഷകർ. ജനവാസ മേഖലകൾ ഒഴിവാക്കിയ പുതിയ മാപ്പ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു എന്നാണ് വനം വകുപ്പിന്റെ വാദം. മാപ്പ് സംബന്ധിച്ച പരാതികൾ സമർപ്പിക്കാൻ 5 ദിവസം ബാക്കി നിൽക്കെ സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്ന് കർഷക സംഘടനകൾ കുറ്റപ്പെടുത്തി. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിൽ തിരുത്ത് നിർദ്ദേശിക്കാനുള്ള അവസാന തീയതി ഈ മാസം 29-നാണ്. പരിസ്ഥിതി ലോല പട്ടികയിൽ ഉൾപ്പെടുത്തിയ 131 വില്ലേജുകളിൽ ജനവാസ മേഖലകളുണ്ടെന്ന് കർഷകർ പരാതിപ്പെട്ടിരുന്നു. ജനവാസ മേഖലകൾ ഒഴിവാക്കി പുതിയ മാപ്പ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചുവെന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. പരിഷ്കരിച്ച മാപ്പ് ജൈവ വൈവിധ്യ ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പുതിയ മാപ്പ് സംബന്ധിച്ച് കർഷകർക്ക് പരാതി നൽകാൻ 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. മാപ്പ് പ്രസിദ്ധീകരിക്കാത്തതിനാൽ പരാതികൾ നിർദ്ദേശിക്കാനുമാകില്ല. റവന്യൂ ഭൂമി പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതിലോല മേഖല പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇതിനായി പഞ്ചായത്തുകൾ തയ്യാറാക്കിയ മാപ്പ് വനം വകുപ്പ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ലെന്നും കർഷക സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു. പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനം 2013-ൽ പുറത്തിറക്കിയിരുന്നു. കേരളം, കർണാടക, തമിഴ്നാട്, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന 59,000 ചതുരശ്ര അടി ഭൂമി പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനായി പരിസ്ഥിതിലോല മേഖലയായി പ്രഖ്യാപിക്കുന്നതാണ് വിജ്ഞാപനം. ഇതിൽ വിവിധ സംസ്ഥാനങ്ങളുടെ പരാതികൾ കേന്ദ്രം പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ വിജ്ഞാപനം പുറത്തിറക്കുക. പരിസ്ഥിതിലോല മേഖലയിൽ ഉൾപ്പെട്ടാൽ നിർമ്മാണത്തിനും വ്യവസായത്തിനും ഉൾപ്പെടെ കടുത്ത നിയന്ത്രണങ്ങൾ മേഖലയിൽ നടപ്പാക്കും. റിപ്പോർട്ടർ, കോഴിക്കോട്.